വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് ഇട്ടാലോ വിചാരിക്കുന്നുണ്ട്. വീഡിയോ എത്രത്തോളം കംപ്ലീറ്റ് ആവുമെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല, കാരണം എൻ്റെ മൂഡ് പോയാൽ ഞാൻ അവിടെ വെച്ച് വീഡിയോ നിർത്തുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ടൈം ഏകദേശം 6 ആയി. പക്ഷേ ഞാൻ ആ 6:10 എണീറ്റ് വേഗം പോയി കുളിച്ച് പല്ലൊക്കെ തേച്ച് നിൽക്കണമെന്ന് ഇന്ന് അമ്പലത്തിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ എങ്ങനെ പോകുന്നതെന്നൊക്കെ പോകുമ്പോൾ തീരുമാനിക്കാമെന്നാണ് വിചാരിച്ചേ. അപ്പോൾ പോകുമ്പോൾ ഞാൻ വയ്യെ പറഞ്ഞുതരാം. അപ്പോൾ ഇനി ഒന്ന് വേഗം തട്ടി കൂട്ടി മാറ്റട്ടെ. ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് ഡെർമാക്കോൻ്റെ ഒരു സൺസ്ക്രീം ആട്ടോ. അത് ഞാൻ നല്ല അറിഞ്ചോ പൊറിഞ്ചോ നിറഞ്ഞൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കഴുത്തിനൊക്കെ കുറച്ച് തേച്ച് കൊടുത്ത് പിന്നെ ഞാൻ അലീനറാണ് ഇട്ടണ്. കണ്ണിന് 2 പത്തും അലീനറും ഇട്ട് പിന്നെ കാജലും എഴുതി കൊടുത്ത് ഒരു ലിപ്സ്റ്റിക്ക് ഇടുന്നു. അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ജസ്റ്റ് ഒരു പൊട്ടും, അത് മാത്രം ചെയ്യുന്നുള്ളൂ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വർണ്ണത്തിൻ്റെ ചെറിയ കമ്മലിന് ഇട്ടിന്, പിന്നെ അത് അയച്ച് വെച്ചിട്ട് പിന്നെ നല്ലൊരു ഹെവി ആയൊരു ജുംക്കട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ കാലമായി ഇടണം വിചാരിച്ചിട്ട്, പക്ഷേ ഇതുവരെ ഇടാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ വെച്ച് അതിൻ്റെ കളറും ഏകദേശം മങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കമ്മലും ഇട്ട് കൊടുത്ത് പിന്നെ ഞാൻ താഴോട്ട് പോവാട്ടോ. പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ തോതിൽ എനിക്ക് മക്കൾ കളിച്ചിൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഇതൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ടാട്ടോ തേച്ച് കൊടുക്കുന്നത്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായി? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് അടിക്കണേ. ഞാൻ സെറ്റ് സാരിയൊക്കെ എടുത്ത് പോകണമെന്ന് വിചാരിച്ച്, പിന്നെ സെറ്റ് സാരി കൊടുക്കുന്നത് ഒരു പണി ആയതുകൊണ്ട് ഞാൻ നിർത്തി വെച്ചതാണ്. പിന്നെ നമുക്കിന്ന് ചായക്ക് വെള്ളപ്പവും പിന്നെ ഇന്നലത്തെ മീൻകറി ഉണ്ട്. അപ്പോൾ ഞാനത് തിളപ്പിച്ച് വെക്കാൻ വിചാരിച്ചു. മീൻകറി തിളപ്പിച്ചും വെക്കാം, ഒരു വെള്ളപ്പം വെള്ളപ്പത്തിൻ്റെ മാവ് കയ്യിൽ നിന്ന് ഏകദേശം പോയിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഞാൻ താഴത്തേക്ക് ഇറക്കുമ്പോഴത്തേന് അമ്മ ഇവിടെ ചോറിനുള്ള വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ചായക്കുള്ള വെള്ളം പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്, ആക്കി വെച്ച് അങ്ങനെ 2 വെള്ളപ്പൊക്കെ ചുട്ട് ഞങ്ങൾ പോവുകയാണേ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലെത്താനായിട്ടോ. ഇപ്പോൾ ഏകദേശം അമ്പലത്തിലെത്തി. ഇതാണ് അമ്പലത്തിലത്തെ ഫസ്റ്റത്തെ കുളം. 1-2 കുളം ഉണ്ട്, എത്രയാണെന്ന് എനിക്ക് കാര്യമായിട്ട് അറിയില്ല. 2 കുളത്തിട്ടുണ്ട്. ഇതാട്ടോ കോട്ടയം അമ്പലം. ഞങ്ങൾ കോട്ടയം അമ്പലത്തിലാട്ടോ പോയത്. അവിടെ പോയി നേരെ തന്നെ പുഷ്പാഞ്ജലിക്ക് വരി നിന്ന് പുഷ്പാഞ്ജലിക്ക് റെസീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വരി നിന്ന് അങ്ങനെ പോയി പിന്നെ തൊഴുത് താഴെ കോട്ട തൊഴുതിട്ട് പിന്നെ മേൽക്കോട്ടയിലേക്ക് പോകാട്ടോ. നല്ല ക്ഷീണമുണ്ട്. ഇനി സ്റ്റെപ്പ് കയറുക എന്ന് പറഞ്ഞാൽ നടക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 2 വലിയ പിടുത്തമില്ല. പിന്നെ ഇവിടെ കാണാൻ അടിപൊളിയാണ്. പിന്നെ ഇവിടെ വെടിക്കെട്ടൊക്കെ ഉണ്ടാവലുണ്ടായി, പ്രമാണിച്ചിട്ടാണോ അറിയില്ല. അവിടെയൊക്കെ ഒന്നാകെ മരങ്ങളൊക്കെ തീയിട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിന്ന്. പിന്നെ ഇവിടെ തേളൊക്കെ ഉണ്ട്. ഇവരിവിടെ നല്ല വൃത്തിയാക്കാണ് കാവിൻ്റെ പരിസരമൊക്കെ. അപ്പോൾ നല്ല തേള് കാണുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ പറയുന്നുണ്ട് ആ കുട്ടീനോട് അങ്ങോട്ട് പോകണ്ട, തേളൊക്കെ ഉണ്ട് എന്ന്. അടിപൊളിയായിട്ടുണ്ടോ, കാടും പടലൊക്കെ മാറ്റി അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ അങ്ങോട്ടേക്കൊന്നും ഇറങ്ങി കണ്ടിട്ടില്ല, നേരം വൈകുന്നു വിചാരിച്ചിട്ട്. 7 മണി ആവാനായി ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ. പിന്നെ ഒരു 15 മിനിറ്റ് കൊണ്ട് കോട്ടയിലെത്തുമല്ലോ. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നോക്കി നിന്ന് 2 റീലൊക്കെ എടുത്ത് തൊഴുത് പ്രസാദം വാങ്ങിക്കാട്ടോ ഇറങ്ങുന്നത്. തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ കുരങ്ങന്മാരെ കണ്ടിട്ടോ. അപ്പോൾ അവർക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ കാര്യം പറയാനൊന്നുമില്ലായിരുന്നു, കാരണം എനിക്ക് തന്ന പ്രസാദം ഞാൻ ഒറ്റയ്ക്ക് തിന്നീർത്ത്. ഏട്ടൻ്റേത് കഴിച്ച് തീർത്തില്ലേനി. പക്ഷേ ഏട്ടൻ അവിടെ തേങ്ങയിൽ വെച്ച് കൊടുത്ത് പ്രസാദം ഓരെടുത്ത് കൊണ്ടുപോയി. നല്ല കുറച്ച് തോനുണ്ട് ഇതിനോട്. ഇത്രയും തോന കോട്ടയിൽ കുരങ്ങന്മാരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഏട്ടൻ അവിടെ വെച്ചെടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ വിളിക്കുന്നുണ്ട് ഒരാൾ. ഇയാൾ എന്നിട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഏട്ടൻ വിളിക്കുന്നതിനനുസരിച്ചിട്ട് അങ്ങനെ ഒരാൾ ആ കവർ എടുത്തുകൊണ്ട് പോകണം. പക്ഷേ ഏട്ടൻ അവിടെ തേങ്ങയിലാണ് പ്രസാദം ഇട്ടത്. പക്ഷേ അയാൾ കവറും കൊണ്ടിട്ടാണ് പോയത്. പിന്നെ ആൾക്കാർ വരുന്നുണ്ട്. കോട്ടൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 11 മണി വരെയെങ്കിലും നട തുറന്നിട്ടുണ്ടാവുക. ഇതാണ് 2ാമത്തെ കുളം കേട്ടോ. ഇങ്ങനെ അവിടെ ആമയാണ് തോന്നുന്നത്, പൊന്തി നിൽക്കുന്നുണ്ട്. പക്ഷെ വീഡിയോയിൽ കാണിക്കുന്നില്ല ഞാൻ. പിന്നെ ഞങ്ങൾ അവിടുന്ന് തൊഴുത് നേരെ ഇറങ്ങുക കേട്ടോ. അങ്ങനെ നേരെ ഞങ്ങൾ പോയി അന്നത്തേക്കുള്ള ചിക്കനും സാധനങ്ങളൊക്കെ വാങ്ങി. ഇതാണ് നമ്മളെ സ്ഥിരം സൂപ്പർ മാർക്കറ്റ്. അവിടുന്ന് കുറച്ച് പച്ചക്കറി വാങ്ങാണ്ടേനി, ഒക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് മടങ്ങാം കേട്ടോ. ഏട്ടൻ പിന്നെ സാധനങ്ങളൊക്കെ കൊണ്ടെടുക്കുന്നുണ്ട്. ചിക്കനും തക്കാളിയാണ് കാര്യമായിട്ട് വാങ്ങിയത്. അപ്പോൾ നമ്മൾ അമ്പലത്തൊക്കെ പോയി വന്ന് അതൊക്കെ കണ്ടില്ലേ, ചിക്കനും സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങളിവിടെ അടുത്തൊരു ഉത്സവമുണ്ട്. അപ്പോൾ ഇവരൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ചോറില്ല എന്ന് കേട്ട്. ടൈം എത്രയായി? ഇപ്പോൾ ക്ലിയർ 10 മണിയായി. എനിക്ക് മാറ്റി ചോറും കറിയൊക്കെ വെക്കണം. പക്ഷേ അന്ന് ഞാൻ വീഡിയോ എടുക്കുന്നതല്ല, ഒന്നും തോന്നരുത്, കാരണം എൻ്റെ ഫോണിൽ ചാർജില്ല. അപ്പോൾ ഞാൻ എന്തായാലും ചാർജിന് കുത്തിയിട്ടിട്ട് ഞാൻ വേഗം മാറ്റിൻ്റെ പണിയിലേക്ക് കിടക്കട്ടെ.
അപ്പോൾ ഇനി ചാർജ് ആയിട്ടുണ്ടെങ്കിൽ കാണാം. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ചോറ് അവിടെ തിളയ്ക്കുന്നുണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ വേവുള്ള ചിക്കനാണ് വാങ്ങിയപ്പോൾ അത് കുക്കറിലിട്ട് വേവിക്കുന്നുണ്ട്. ചിക്കൻ മാത്രം മുളകും മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ടാട്ടോ വേവിക്കുന്നത്. പിന്നെ ഉപ്പേരി പയറാട്ടോ. പിന്നെ ചിക്കൻ കറിയിലേക്കുള്ള ഉള്ളിയൊക്കെ നന്നാക്കുന്നുണ്ട്, അരിഞ്ഞ് വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചേച്ചി ഇവിടെ കുട്ടിക്ക് ഈ നേഴ്സറിയിൽ നിന്ന് കിട്ടുന്ന പൊടിയില്ലേ അത് കൊടുക്കുകയാണ്. ചേച്ചിയും ലച്ചൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ലച്ചു ഒട്ടപ്പയ്ക്ക് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലച്ചിനോട് ചോദിക്കുകയാണ് എന്നെ കാണുന്നുണ്ടോ എങ്ങനെയാണെന്നൊക്കെ. ഓളെടുത്ത വീഡിയോ ഇട്ടത്. ഞാൻ ഇവിടെ ഉള്ളിയും ഉരുളക്കിഴങ്ങും ഇതൊക്കെ നന്നാക്കി വെക്കുകയാണ്. ചോറിന് കത്തിക്കുന്നത് അരി കുറച്ച് വേവുള്ള അരിയാണ്. നമ്മൾ അടുപ്പത്താണ് എന്നതുപോലെയും വെക്കുന്നത്. കറി വെക്കുന്നൊന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തീരെ ടൈമില്ല. എന്ന് വെച്ചെങ്കിൽ പിന്നെ ക്ലിയർ ടൈമിൽ ചോറ് തിന്നണ്ടേ വെച്ചിട്ട് ഞാൻ പിന്നെ അതൊന്നും എടുക്കാൻ നിന്നിട്ടില്ല. അങ്ങനെ ലച്ച് കുറച്ച് വീഡിയോ എടുത്തന്ന്. പിന്നെ ഓള് ടി വിയും കണ്ട് നിന്ന്. പിന്നെ ഇതൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാം കേട്ടോ. ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ചോറിന് പോലെ പുളിങ്കറി ഉണ്ട് കേട്ടോ. പുളിങ്കറി നാളെ സദ്യ ഉണ്ടാക്കിയതിന് ഇട്ടതാണ്. അതിന് പുളിങ്കറി, ഉപ്പേരി, അച്ചാർ, പപ്പടം, ചിക്കൻ കറി ഇതന്നെ ഉള്ളെന്നാണ് തോന്നുന്നത്. പിന്നെ അധികം ഒന്നും ഉണ്ടാക്കിയില്ല. തേങ്ങ വറുത്തരച്ച കറിയാണ് കേട്ടോ. അങ്ങനെ ചേച്ചി എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നുണ്ട്. എനിക്കും വിളമ്പി. പിന്നെ ഞാനും കഴിക്കുന്നുണ്ട്. മോള് കിടന്നുറങ്ങുന്നുണ്ട്. ലച്ചും കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കിടന്നുറങ്ങാൻ പോയി. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഉത്സവത്തിന് പോകാനുള്ളതിനെ കൊണ്ട് കിടന്നുറങ്ങിപ്പോയി. കുറച്ച് നേരം കിടന്ന്, അല്ലെങ്കിൽ ഞാൻ വേഗം കിടന്നുറങ്ങിപ്പോയി രാത്രി. അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞതിൻ്റെ ശേഷം വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ ടൈം ഏകദേശം 6 മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ ഞാനതൊക്കെ ഇതാക്കി. ആ വോയിസൊക്കെ ഞാൻ മ്യൂട്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കല്ലേ വെച്ചിട്ട്. പിന്നെ എൻ്റെ കൂടെ മോള് ഇരിക്കുന്നുണ്ട്. പിന്നെ ചേച്ചി ഓൾക്ക് പിന്നെ വൈകുന്നേരം അങ്കി കൊടുക്കുകയാണ്. ഓളിൻ്റെ മടിയിലായിരിക്കുന്നത്. ഓളാണ് കഴിക്കണമെങ്കിലും എൻ്റെ മേല് നിറച്ചുണ്ട്. അപ്പോൾ ലച്ചുവും വന്നിട്ടുണ്ട്. ലച്ചു കളിക്കണോടത്തുനിന്ന് വന്നതാണ്. ഓൾ വീഡിയോ എടുക്കുമ്പോൾ അടിപൊളിയിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. മോൾ എല്ലാത്തപ്പോൾ ഇങ്ങനെ മേത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കേനി. വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണോ അറിയില്ല, ആൾ വീഡിയോയിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ചേച്ചി ഓൾക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഓൾ കഴിക്കുന്നതിൻ്റെ താഴെ ഒരു അൽക്കുലത്തുണ്ട്. പിന്നെ ഞങ്ങളിത് കഴിഞ്ഞിട്ട് നേരെ കാവിലേക്കാട്ടോ പോകുന്നത്. അപ്പോൾ തന്നെ ഞാൻ പിന്നെ മാറ്റാൻ പോയി. ഫുഡും കഴിച്ചിട്ട് ഇതാട്ടോ ഞാൻ മാറ്റി കഴിഞ്ഞ്. പിന്നെ മക്കൾക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ചേച്ചി ലച്ചു മാറ്റി ഏകദേശമായി. അങ്ങനെ അമ്മ നേരത്തെ കാലത്തെ കാവിലേക്ക് പോയിട്ടോ. അമ്മയ്ക്ക് വെള്ളാട്ടമൊക്കെ കാണണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് നേരം ഭഗവതി തറ കാണണമല്ലോ വിചാരിച്ചതിനെ കൊണ്ട് ഞങ്ങൾ നേരം വൈകിട്ടാണ് പോയത്. കാരണം മോളായിട്ട് നിൽക്കാനും കഴിയില്ല. പിന്നെ എനിക്ക് അധികം നേരം നിൽക്കാനും ഇഷ്ടമില്ല കാവിൽ. അങ്ങനെ ഞങ്ങൾ പോയി തൊഴുത് വന്ന് ഞാനും ഏട്ടനും ഏച്ചിയും ലച്ചും മോളും കൂടി ആട്ടോ പോയത്. അങ്ങനെ അവിടെ പാടത്ത് നിറച്ചും ചളിപ്പിളിയായിരുന്നു. എന്നാലും ഇരുന്ന് കൂളിക്കാവത്തെ ഉത്സവത്തിനാട്ടോ ഞങ്ങൾ പോയത്. പിന്നെ അതിൻ്റെ ഇടയിൽ ടാട്ടമ്മനെ കണ്ട്, പപ്പീനെ കണ്ട്, ഓരൊക്കെ അടുത്ത് പോയി വർത്താനം പറഞ്ഞ് കുറച്ച് നേരം ഓരോടുത്ത് പോയി നിന്ന്. പിന്നെ ഞാൻ ഇങ്ങോട്ട് തന്നെ പോകുന്നു. ഭയങ്കര മഞ്ഞേനി. പിന്നെ അതിൻ്റെ ഇടയിൽ ഭഗവതിത്തറ ഇറങ്ങി. ഭഗവതിത്തറ ഇറങ്ങിയതും കഴിഞ്ഞതും പെട്ടെന്നായിരുന്നു. ഒരു അരമണിക്കൂർ പോലും ഭഗവതിത്തറ ഇല്ലായിരുന്നു. പിന്നെ കഴിഞ്ഞതിൻ്റെ ശേഷം മുത്തപ്പ ഇറങ്ങി. അതും അതേപോലെ കഴിഞ്ഞ്. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടു. അങ്ങനെ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കുറച്ചൊരു വീഡിയോ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.